السلام عليكم ورحمة الله وبركاته. كيف حالكم يا طلاب؟ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽ ഫഅലുൽ മാദി അല്ലേ, ഫിഅലുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ പാസ്റ്റ് ടെൻസ് അഥവാ കഴിഞ്ഞുപോയ കാലത്തെ അല്ലെങ്കിൽ ഭൂതകാല ക്രിയ അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. അൽ ഫഅലുൽ മാദി അറബിയിലെ 14 ഫിഅലുകൾ, ഫിഅലുൽ മാദിയിൽ വരുന്ന അതിൻ്റെ 14 രൂപങ്ങൾ, അതിൻ്റെ അർത്ഥം, അതുപോലെ അതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അറബിയിലെ അൽ ഫഅലുൽ മുദാരി ആണ്. അൽ ഫഅലുൽ മുദാരി. ഇപ്പോൾ അൽ ഫഅലുൽ മുദാരി ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അൽ ഫഅലുൽ മുദാരി രണ്ട് അർത്ഥങ്ങളിൽ നമ്മൾ പറയുന്നതാണ്. ഒന്ന് പ്രസന്റ് ടെൻസ്, അതുപോലെ ഫ്യൂച്ചർ ടെൻസ്. ഈ രണ്ട് അർത്ഥങ്ങൾ അഥവാ വർത്തമാനകാല ക്രിയ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ, ചെയ്യുന്നു അല്ലെ. അൽ ഫഅലുൽ മുദാരിഇന് ചെയ്യുന്നു അല്ലെ, യഫ്അലു എന്ന് പറയുമ്പോൾ ചെയ്യുന്നു, അതുപോലെ ചെയ്യും. ഈ രണ്ട് അർത്ഥങ്ങളിലും നമ്മൾ അൽ ഫഅലുൽ മുദാരി ഉപയോഗിക്കും അല്ലെ. ഇനി നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. അതേ രൂപത്തിൽ അതേ ഘടനയിൽ തന്നെയാണ് ഈ ഫിഅലും വരുന്നത്. ഫിഅലുൽ മുദാരി എന്നുള്ളത് എന്താണ്? അൽ ഫിഅലുൽ മുദാരി അതെന്താണ്? വർത്തമാനകാലത്തെ അല്ലെ, ഒന്നുകിൽ വർത്തമാനകാല ക്രിയ അല്ല, ഒന്നുകിൽ എന്നല്ല, വർത്തമാനകാല ക്രിയ അല്ലെങ്കിൽ ഭാവി കാലം. വർത്തമാനകാലത്തെ അല്ലെങ്കിൽ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയകൾക്കാണ് അൽ ഫഅലുൽ മുദാരി എന്ന് പറയുന്നത് അല്ലെ. ഈ രണ്ട് അർത്ഥങ്ങളിലും, അതായത് പ്രസന്റ്, ഫ്യൂച്ചർ, വർത്തമാനകാല ക്രിയയും അതുപോലെ ഭാവി കാല ക്രിയ, ഈ രണ്ട് അർത്ഥങ്ങളിലും അറബിയിൽ നമ്മൾ അൽ ഫഅലുൽ മുദാരി ഉപയോഗിക്കും അല്ലെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അൽ ഫഅലുൽ മുദാരി ആണെങ്കിൽ എപ്പോഴും താഴെ പറഞ്ഞ ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടായിരിക്കും അത് ആരംഭിക്കുക. ഒന്നുകിൽ ഹംസ, അലിഫല്ല, ഹംസ, അതല്ലെങ്കിൽ നൂന്, അതല്ലെങ്കിൽ യാ, അതല്ലെങ്കിൽ താ. അപ്പൊ ഈ 4 ഏതെങ്കിലും അക്ഷരം, ഈ 4ൽ ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ടായിരിക്കും അൽ ഫഅലുൽ മുദാരി ആരംഭിക്കുക. വളരെ അതല്ലാത്തതും വളരെ റയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, അത് നമ്മൾ പിന്നീട് പഠിക്കാം. പക്ഷെ അതല്ലാത്ത സമയത്തൊക്കെ മിക്ക സമയങ്ങളിലും അൽ ഫഅലുൽ മുദാരി ഈ പറഞ്ഞ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടായിരിക്കും ആരംഭിക്കുക. ഇനി നമുക്ക് അതിന്റെ രൂപങ്ങളിലേക്ക് പോകാം. ഓക്കെ, അതിനു മുമ്പായിട്ട് ചില ഉദാഹരണങ്ങൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം നൽകിയിട്ടുള്ളത് യഫ്തഹു അല്ലെ. യഫ്തഹു, യഫ്തഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺസ് അല്ലെങ്കിൽ വിൽ ഓപ്പൺ അല്ല, അല്ലെങ്കിൽ ഈസ് ഓപ്പണിങ്, ഹി ഈസ് ഓപ്പണിങ്, അല്ലെങ്കിൽ ഹി വിൽ ഓപ്പൺ എന്ന് പറഞ്ഞാൽ യഫ്തഹു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തുറക്കുന്നു, അതല്ലെങ്കിൽ തുറക്കും. ഇപ്പൊ രണ്ട് അർത്ഥങ്ങളിലും വരുന്നതാണ്. ഒന്നുകിൽ പ്രസന്റ്, അതല്ലെങ്കിൽ ഫ്യൂച്ചർ. ഈ രണ്ട് അർത്ഥങ്ങളിലും നമുക്ക് അൽ ഫഅലുൽ മുദാരി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. യൻസുർ. യൻസുർ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു അല്ലെ, സഹായിക്കുന്നു. ഹി ഈസ് ഹെൽപ്പിംഗ്, അല്ലെങ്കിൽ ഹി ഹെൽപ്സ്, അതല്ലെങ്കിൽ സഹായിക്കും, ഹി വിൽ ഹെൽപ്പ്. ഈ രണ്ട് അർത്ഥങ്ങളിൽ നമുക്ക് യൻസുറു എന്നുള്ള ഫിഅൽ ഉപയോഗിക്കാം. വേറൊരു ഉദാഹരണമാണ് യദ്ഖുലു അല്ലെ. യദ്ഖുലു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നു, അതല്ലെങ്കിൽ പ്രവേശിക്കും. ഹി ഈസ് എൻറ്ററിങ്, അല്ലെങ്കിൽ ഹി എൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഹി വിൽ എൻറ്റർ. ഈ രണ്ട് അർത്ഥങ്ങളിലും നമുക്ക് അൽ ഫഅലുൽ മുദാരി നമ്മൾ ഉപയോഗിക്കും. ഇനി അതിൻ്റെ രൂപങ്ങളിലേക്ക് നോക്കാം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാദി പറഞ്ഞതുപോലെ അതേ രൂപത്തിൽ, അതേ ഒരു ഘടനയിൽ തന്നെയാണ് അൽ ഫഅലുൽ മുദാരി വരുന്നത് അല്ലെ. ഇപ്പൊ ആദ്യം ഗായിബ്, ആദ്യത്തെ 6 രൂപങ്ങൾക്കാണ് അൽ ഗായിബ് എന്ന് പറയുക. അപ്പോൾ ആരെങ്കിലും മാദി, അൽ ഫഅലുൽ മാദിയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ അൽ ഗായിബ് ഒന്നാമത്തത് ഫഅലുൽ മുദാരിയുടെ ആദ്യ ഭാഗം ഗായിബ് വരെയാണ് അല്ലെ. നമ്മൾ ഫഅലുൽ മാദിയിൽ പഠിച്ച അതേ ഘടന തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വരുന്നത് ഗായിബ്. ആദ്യത്തെ 6 ഫഅലുകൾക്കാണ് നമ്മൾ ഗായിബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒന്ന് അറബിയിൽ അതിൻ്റെ രൂപത്തിന് മാറ്റുണ്ടാവും, രണ്ടാമത്തത് അതിൻ്റെ അർത്ഥം മാറും. ഇപ്പൊ ഇവിടെ നോക്കുക. ഇപ്പൊ നേരത്തെ ഫഅല എന്നാണ് നമ്മൾ മാദിയിൽ പറഞ്ഞിരുന്നത്. ഇവിടെ മുദാരിയിലേക്ക് മാറുമ്പോൾ അത് യഫ്അലു എന്നായിട്ട് മാറി. യഫ്അലു എന്നായിട്ട് മാറി. അടുത്തത് എന്താണ്? യഫ്അലു എന്ന് പറയുമ്പോൾ അതിന് രണ്ട് അർത്ഥങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഹി ഈസ് ഡൂയിങ്,
ഹി ഈസ് ഡൂയിങ് അഥവാ അവൻ ചെയ്യുന്നു എന്നർത്ഥം. അതുപോലെ പ്രസന്റിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഹി വിൽ ഡു, അവൻ ചെയ്യും, അല്ലെ? ഒന്നുകിൽ അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ചെയ്യും. അപ്പൊ ഈ രണ്ട് അർത്ഥങ്ങളിലും അൽ ഫിഅലുൽ മുദാരി ഉപയോഗിക്കും. ഇപ്പൊ യഫ്അലു എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ചെയ്യും. അടുത്തത് യഫ്അലാനി, ഇവിടെ മുസന്നയാണ്, അല്ലെ? അപ്പോൾ മുസന്ന ആകുമ്പോൾ അവർ രണ്ടാളുകൾ ചെയ്തു, അല്ലെ? അത് മുദക്കർ കൂടിയാണ്. അപ്പൊ അവർ രണ്ട് ആളുകൾ, പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികൾ രണ്ട് പുരുഷന്മാർ ചെയ്യും. അടുത്തത് യഫ്അലൂന, അതെന്താണ്? ജംഉ ആണ്, അല്ലെ? യഫ്അലൂന എന്ന് പറയുമ്പോൾ അത് മുദക്കറാണ്, ജംഉ കൂടിയാണ്. അപ്പൊ അവർ ചെയ്യും അല്ലെങ്കിൽ അവർ ചെയ്യുന്നു, അല്ലെ? ഇവിടെ മുദക്കറാണ്, പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ. അവർ പുരുഷന്മാർ അല്ലെങ്കിൽ അവരെ ആൺകുട്ടികൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. ഇനി താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവ മൂന്നും എന്താണ്? മുഅന്നസ് എന്ന ഇനത്തിലാണ് ഇവ മൂന്നും പെടുക. ഇപ്പൊ തഫ്അലു എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കൊടുത്ത മുദക്കറിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് മുഅന്നസ്. അപ്പൊ അവൻ എന്നുള്ളത് ഇവിടെ അവൾ എന്നായിട്ട് മാറും. അപ്പോൾ ഷീ ഈസ് ഡൂയിങ്, അവൾ ചെയ്യുന്നു. ഇനി മറ്റൊരർത്ഥമാണ് ഷി വിൽ ഡു, അവൾ ചെയ്യും. തഫ്അലു എന്ന് പറഞ്ഞാൽ അവൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ ചെയ്യും. അതുപോലെ അതിന്റെ മുഅന്നസാണ്, അതിന്റെ മുസന്നയാണ് തഫ്അലാനി. അതിന്റെ മുസന്നയാണ് തഫ്അലാനി. അവർ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ അവർ രണ്ട് പുരുഷന്മാർ, അല്ല, അവർ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ അവർ രണ്ട് പെൺകുട്ടികൾ ചെയ്യുന്നു. അവർ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ അവർ രണ്ട് പെൺകുട്ടികൾ ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്നെണ്ണം മുഅന്നസാണ്, ഇവ മൂന്നെണ്ണം മുദക്കറാണ്. ഇപ്പോൾ യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. പിന്നെ തഫ്അലു, തഫ്അലാനി, യഫ്അൽന. യഫ്അൽന എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ചെയ്യും. ഇവിടെ എന്താണ്? ഇവിടെ മുഅന്നസാണ്, അല്ലെ? അവർ എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളാവാം അല്ലെങ്കിൽ പെൺകുട്ടികൾ. ഇവിടെ പുരുഷൻ എന്ന അർത്ഥം നമുക്ക് ഇവിടെ ലഭിക്കുകയില്ല, കാരണം ഇത് മുഅന്നസാണ്. അപ്പോൾ ഇതാണ് മുദാരിഇലെ ഗായിബ് എന്ന കാറ്റഗറിയിൽ വരുന്ന 6 രൂപങ്ങൾ. ഇനി നമുക്ക് ഹാദർ നോക്കാം. ഹാദറിലും ഇതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ 6 രൂപങ്ങളാണ് വരുന്നത്. 6 രൂപങ്ങൾ ഏതാണെന്ന് നോക്കാം. ഇപ്പൊ തഫ്അലു, തഫ്അലു എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയോട് എന്താണ്? തഫ്അലു, നീ ചെയ്യുന്നു അല്ലെങ്കിൽ നീ ചെയ്യും, അല്ലെ? യു ആർ ഡൂയിങ് അല്ലെങ്കിൽ യു വിൽ ഡു, അല്ലെ? അപ്പൊ നീ എന്ന് പറയുമ്പോൾ ഇവിടെ മുദക്കറാണ്. അതുപോലെ നീയാണ്, അല്ലെ? ഒരാളാണ്, ഇവിടെ മുഫ്രദാണ്, മുദക്കറാണ്. അപ്പൊ നീ ചെയ്യുന്നു. അടുത്തത് തഫ്അലാനി, നിങ്ങൾ രണ്ട് ആണുങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികൾ ചെയ്യുന്നു. തഫ്അലാനി, നിങ്ങൾ രണ്ടുപേർ, മുസന്നയാണത്. അടുത്തത് അതിന്റെ ജംഉ തഫ്അലൂന, നിങ്ങൾ ചെയ്യുന്നു, അല്ലെ? നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാരാവാം അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികളാവാം. ക്ഷമിക്കണം, പുരുഷന്മാർ. ഇത് തഫ്അലൂന എന്ന് പറയുമ്പോൾ അത് ജംഉ ആണ്. അപ്പൊ അതുകൊണ്ട് അത് തഫ്അലൂന എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യും, അല്ലെ? പുരുഷന്മാരാണ്, മുദക്കറാണത്, തഫ്അലൂന. അടുത്ത മൂന്നെണ്ണം മുഅന്നസാണ്. ഓക്കെ, മുഅന്നസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, ഓക്കെ, പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾ, സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകൾ. അപ്പൊ തഫ്അലീന എന്ന് പറഞ്ഞാൽ മുഫ്രദാണ്. തഫ്അലീന, നീ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ചെയ്യുന്നു. ഓക്കെ, തഫ്അലീന. അടുത്തത് തഫ്അലാനി. ഇവിടെ രണ്ടും ഒരേ രൂപങ്ങളാണെങ്കിലും രണ്ടും ഒരേ രൂപമാണ്, പക്ഷെ അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇവിടെ തഫ്അലാനി എന്താണ്? മുഅന്നസാണ്, അല്ലെ? തഫ്അലാനി, നിങ്ങൾ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പെൺകുട്ടികൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. അടുത്തത് തഫ്അൽന, ഇവിടെ ജംഉ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യും. യു ആർ ഡൂയിങ് അല്ലെങ്കിൽ യു വിൽ ഡു. അപ്പോൾ ഇതാണ് അൽ ഫിഅലുൽ മുദാരിഇൽ ഹാദറിൽ വരുന്നത്. ഇനി നമുക്ക് ഹാദർ കഴിഞ്ഞു, അതുപോലെ ഗായിബ് കഴിഞ്ഞു. ഇനി അവസാനത്തേത് അൽ മുത്തക്കല്ലിം, അല്ലെ? അൽ മുത്തക്കല്ലിം അഥവാ ഫസ്റ്റ് പേഴ്സൺ. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഇവിടെ മുദക്കർ മുഅന്നസ് എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ ഇവിടെ ഇല്ല. ഇവിടെ ഒരൊറ്റ കാറ്റഗറി എന്താണ്? കോമൺ ആണ് ഇവിടെ. അപ്പൊ അഫ്അലു എന്നാണ് മുഫ്രദിൽ വരിക. അഫ്അലു എന്ന് പറഞ്ഞാൽ ഐ ആം ഡൂയിങ്, ഞാൻ ചെയ്യുന്നു. അഫ്അലു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു, ഐ ആം ഡൂയിങ്. അതുപോലെ ഐ വിൽ ഡു, ഞാൻ ചെയ്യും. അപ്പൊ ഈ രണ്ട് അർത്ഥങ്ങളിലും ഉപയോഗിക്കും. ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ അത് ആണാവാം പെണ്ണാവാം. ഒരു പെൺകുട്ടി പറയുകയാണെങ്കിലും
എന്താണ് അവിടെ അഫ്അലു എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു ആൺകുട്ടി പറയുകയാണെങ്കിലും അഫ്അലു എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. അതിന്റെ ജംഅ് അല്ലെങ്കിൽ അതിന്റെ മുസന്ന രൂപമാണ് നഫ്അലു എന്നുള്ളത്. നഫ്അലു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ 14 രൂപങ്ങളാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഈ 14 രൂപങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ രൂപത്തിൽ തന്നെ പഠിക്കുക. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. അതൊക്കെയും മുദക്കറാണ്. യഫ്അലു അവൻ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. അതുപോലെ യഫ്അലാനി അവർ രണ്ട് ആളുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. അതുപോലെ യഫ്അലൂന അവർ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. ഓക്കെ, സോ യഫ്അലു he is doing അല്ലെങ്കിൽ he will do. യഫ്അലാനി they both. ഓക്കെ, ഇവിടെ ഡ്യുവൽ ആണ്, മുസന്നയാണ്. അപ്പോൾ അവർ രണ്ടാളുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ they will do അല്ലെങ്കിൽ they are doing. they both are doing അല്ലെങ്കിൽ they both will do. അടുത്തത് യഫ്അലൂന they are doing അല്ലെങ്കിൽ they will do. ഇവിടെ എന്താണ്? ജംഅ്, പ്ലൂറലാണ്. അടുത്തത് തഫ്അലു. ഇപ്പോൾ യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. അതിനുശേഷം തഫ്അലു, തഫ്അലാനി, യഫ്അൽന. ഇവിടെ മുഴുവനായിട്ട് മുഅന്നസാണ്. തഫ്അല് എന്ന് പറഞ്ഞാൽ അവൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ ചെയ്യും. ഷി ഈസ് ഡൂയിങ്, ഷി വിൽ ഡു. അതുപോലെ തഫ്അലാനി they both are doing, they both will do. ഇവിടെ ഫീമെയിൽ ആണ്, മുഅന്നസാണ്. അതാണ് ഇതിൽ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ യഫ്അൽന they are doing, they will do. ഓക്കെ, ഇവിടെ ജംഅ് ആണ്, അതുപോലെ മുഅന്നസാണ്. പിന്നീട് ഹാദർ. തഫ്അലു you are doing or you will do. നിങ്ങൾ ചെയ്യുന്നു, ക്ഷമിക്കണം, ഇവിടെ തഫ്അലു നീ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നു. നീ ചെയ്യുന്നു. ഇവിടെ തഫ്അലു എന്ന് പറയുമ്പോൾ നീ ചെയ്യുന്നു അല്ലെങ്കിൽ നീ ചെയ്യും. you are doing, you will do. ഓക്കെ, പിന്നീട് തഫ്അലാനി നിങ്ങൾ രണ്ടാളുകൾ ചെയ്യുന്നു, നിങ്ങൾ രണ്ടാളുകൾ ചെയ്യും. അതുപോലെ അതിന്റെ ജംഅ് തഫ്അലൂന. അത് മുദക്കർ കൂടിയാണ്. തഫ്അലൂന എന്ന് പറഞ്ഞാൽ you will do അല്ലെങ്കിൽ you are doing. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യും. അതിന്റെ മുഅന്നസാണ് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ മൂന്നെണ്ണത്തിന്റെ മുഅന്നസാണ് താഴെ വരുന്നത്. തഫ്അലീന you are doing, you will do. നീ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പറയാണ് തഫ്അലീന ചെയ്യും. അതുപോലെ തഫ്അലാനി ഇവിടെ മുസന്ന മുഅന്നസാണ് അല്ലെ. മുഅന്നസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി അല്ലെ, അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ. തഫ്അലാനി നിങ്ങൾ രണ്ടാളുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. അതുപോലെ തഫ്അൽന നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യും. ഇവിടെ മുഅന്നസാണ്, അതുപോലെ ഇത് ജംഅ് ആണ്. അവസാനം മുത്തക്കല്ലിമ് അഫ്അലു ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു. അതുപോലെ അതിന്റെ ജംഅ് അല്ലെങ്കിൽ മുസന്ന നഫ്അലു ഞങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാദിയിൽ എങ്ങനെയാണോ പഠിച്ചത് അതേ ഘടനയിലാണ് ഇത് വരുന്നത്. അവിടെ മുഫ്രദ്, മുസന്ന, ജംഅ്, അതുപോലെ മുദക്കർ, മുഅന്നസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ 14 രൂപങ്ങളും ഇതുപോലെ ഈ ഒരു ഘടനയിൽ തന്നെ പഠിക്കാം. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. തഫ്അലു, തഫ്അലാനി, യഫ്അൽന. തഫ്അലു, തഫ്അലാനി, തഫ്അലൂന. തഫ്അലീന, തഫ്അലാനി, തഫ്അൽന. അഫ്അലു, നഫ്അലു. ഇങ്ങനെ 14 രൂപങ്ങളിലാണ് അൽ ഫിഅലുൽ മുദാരിഉം വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് പ്രസന്റിന്റെയും ഫ്യൂച്ചറിന്റെയും രണ്ട് അർത്ഥങ്ങളിലും നമ്മൾ മുദാരിഅ് പറയാം. രണ്ട് അർത്ഥങ്ങളിലും നമുക്ക് മുദാരിഅ് ഒരു ഫിഅല് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫിഅലുകൾ ഇതുപോലെ ഹർക്കത്തുകളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് അറബിയിലെ മിക്ക ഫിഅലുകളും ഇതുപോലെ പറഞ്ഞ് ഈ രൂപത്തിൽ തന്നെ എല്ലാ ഫിഅലുകളും എന്താണ് ഇപ്പോൾ കതബ, ജലസ അല്ലെങ്കിൽ എജ്ലിസ് ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് പറഞ്ഞ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു അടിസ്ഥാന ഫിഅല് യഫ്അലു എന്നുള്ള ഫിഅല് നമ്മൾ പഠിച്ച് ക്ലിയർ ആവേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഫിഅലുകൾ പറഞ്ഞ് പഠിക്കാവുന്നതാണ്. ഇത് ആദ്യം നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.